ഇന്നൊരു എഗ് ദോശ റെസിപ്പിയാണ് കേട്ടോ. അതിൽ നമ്മളൊരു എഗ്ഗ് എടുത്തു, അതിൽ കുറച്ച് ഉപ്പിട്ടു, പിന്നെ കുരുമുളക് പൊടി കുറച്ച് കൂടിപ്പോയിട്ടോ, നിങ്ങളിത്തിരി കുറവിട്ടാൽ മതിയേ. പിന്നെ സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞത്, പിന്നെ മല്ലിയില ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് അല്ല മല്ലിയില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കാം കേട്ടോ. അത് അവിടെ ഇരിക്കട്ടെ, മിക്സ് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ദോശേൻ്റെ പാൻ വെക്കാം ചൂടാവാൻ വേണ്ടി. ദോശ പാൻ ചൂടായി. അപ്പോൾ നമ്മളതിൽ മാവിട്ട് നല്ല മറ്റേ നമ്മുടെ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ വലിയൊരു ദോശ പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ട് നന്നായിട്ട് നെയ്യ് ഇടുക. നെയ്യ് അത്യാവശ്യം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ എല്ലാത്തിനും നെയ്യ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതാണ് നെയ്യ് നല്ല ചിലവാണ്. അപ്പം നെയ്യ് നന്നായിട്ട് ഇടാം. കുട്ടികളും ദോശ ഇഡ്ഡലി മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും ഈ ദോശ ഇഡ്ഡലിക്കുള്ള മാവ് ഉണ്ടാവും. ഇവർക്ക് എപ്പോഴും ദോശ തന്നെയായിരിക്കും. നമ്മൾ മാത്രം മാറ്റി മാറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എല്ലാ ദിവസവും ദോശ കഴിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാൻ പോണതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി. വീട്ടിലുണ്ടാക്കാം കേട്ടോ, ഞാൻ വീട്ടിലുണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ആ ചമ്മന്തിപ്പൊടി നന്നായിട്ട് തൂക്കി കൊടുക്കുക എല്ലാ സ്ഥലത്തും. അപ്പം നന്നായിട്ട് ആ നെയ്യിൻ്റെ മേലിൽ കൂടി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ മുട്ട എടുക്കുക, മിക്സ് ചെയ്ത് വെച്ചത്, അത് ഇട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ സ്ഥലത്തോട്ടും. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ആ സൈഡ് വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് ഒന്നും കൂടി വേവിക്കുക. അപ്പോൾ അതിന് മുമ്പ് കുറച്ചും കൂടി നെയ്യ് ആ മേലിൽ കൂടി തൂക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡും വെന്ത് നമ്മളെടുത്തു. ടേസ്റ്റി ആയിട്ട് ദോശ റെഡി.